A semiconductor which is pure and completely free from any impurities is called intrinsic semiconductor. Example, crystalline form of pure silicon and germanium. At a low temperature, it is an insulator. See how it behaves as an insulator. In silicon, germanium. What? What happened? 4 electrons are there in the outer. Devananda, mute your mic. Okay. Reflection comes. Your mic. Okay. Devananda. Okay. So at a low temperature, it is an insulator because for how many electrons are there in the outermost shell, germanium and silicon, children? How many electrons are there in the outermost shell? Germanium, silicon. How many electrons? Surya Tej, how many electrons are there in the outermost shell? Carbon, germanium, silicon. അതിനൊക്കെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 electrons. How many more are needed to get stability? 4 more are needed. So, in a crystal form, it from the 4 neighboring germanium atom, it share electrons. And they form covalent bond with the neighboring 4 germanium atom and may get 8 electrons. So it is very stable and there is no conductivity at low temperature. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോ ടെമ്പറേച്ചറിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിൽ എന്താ പറ്റുക നോക്കാം. റൂം ടെമ്പറേച്ചർ, വാട്ട് ഹാപ്പൻ? ഇലക്ട്രോൺ ജംപ് ഫ്രം valence band to conduction band and make the material conducting. അപ്പോൾ conduction band electron എത്തിക്കഴിഞ്ഞാൽ they are free to move. So those free electrons will give the conductivity to the semiconductor. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്താണ്? Ne equal to NH. അതായത് എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണും ഒരു ഹോളും ഫ്രീ ആയി. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഹോൾസ് ഈക്വലാണ്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണും ഒരു ഹോളുമാണ് അതിൽ നിന്നുണ്ടാവുന്നത്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫ്രീ ആകുമ്പോൾ ആ സ്ഥലത്ത് ഒരു ഹോൾ വന്നു. അപ്പൊ നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഹോൾസ് സെയിം ആയില്ലേ? ചിലപ്പോൾ 1 മാർക്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് Ne and NH? What is the ratio of Ne and NH in an intrinsic semiconductor? What is the ratio? Akshay, are you there? Akshay. ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. അതല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് വെച്ചാൽ പറയാം. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവാണ്ടെങ്കിൽ അത് പറയാം. ഞാൻ അടുത്ത ആളോട് ചോദിക്കട്ടെ. അമീഷ്, what is the ratio of Ne and NH in an intrinsic semiconductor? Amish? Amish, Amish, what is the ratio of Ne and NH in an intrinsic semiconductor? 1. Yes, 1. Correct. കാരണം അത് ഈക്വൽ അല്ലേ? അപ്പൊ Ne/NH ഈക്വൽ ടു 1 ആയിരിക്കും. കറക്റ്റ്. വെരി ഗുഡ്. അടുത്തേക്ക് പോവാം. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഇലക്ട്രോൺ മൂവ് ഫ്രം valence band to conduction band. Okay, when electrons are available in conduction band, conductivity will be there. Okay. ഇനി അപ്പൊ ഇൻട്രിൻസിക്കിന്റെ കാര്യമാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താന്ന് നോക്കാം. എക്സ്ട്രിൻസിക്. അതിന് മുമ്പായിട്ട് നമുക്ക് അറിയേണ്ടത് ഡോപ്പിംഗ് എന്താണെന്നാണ്. വാട്ട് ഈസ് ഡോപ്പിംഗ്? അപ്പൊ ഡോപ്പിംഗ് മീൻസ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ദ പ്യുവർ സെമി കണ്ടക്ടർ. അപ്പൊ ഡിസയറബിൾ എമൗണ്ട് ആണ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. അപ്പൊ
deliberately adding desirable impurity atoms to a pure semiconductor to modify its properties in a controlled manner. അതാണ് ഡോപ്പിംഗ്. അപ്പോൾ വാട്ട് ഈസ് ഡോപ്പിംഗ്? അപ്പോൾ നമ്മൾ പഠിച്ചു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റി ഈസ് വെരി പുവർ ഉണ്ട്, പക്ഷെ വെരി ലോ കണ്ടക്ടിവിറ്റി ആണ്. സോ ടു ഇംപ്രൂവ് ദ കണ്ടക്ടിവിറ്റി വി ആഡ് സം ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണ്. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി കൊണ്ടിട്ടല്ല, ഇമ്പ്യൂരിറ്റി ആറ്റം. അതെങ്ങനത്തെ ഇമ്പ്യൂരിറ്റി? ഡിസൈറബിൾ. പിന്നെ നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടറിന്റെ സൈസിനനുസരിച്ച് വേണം. പ്യുവർ സെമി കണ്ടക്ടർ ഔട്ടർ മോസ്റ്റ് 4 ഇലക്ട്രോൺ, അപ്പൊ 3 ട്രൈവാലന്റോ പെൻഡാവാലന്റോ അങ്ങനെയുള്ളത് മാത്രമേ പാടുള്ളൂ. ഓൾമോസ്റ്റ് സെയിം സൈസ് ആയിരിക്കണം. പിന്നെ കൺട്രോൾഡ് വേല് മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. തോന്നിയ പോലെ ആഡ് ചെയ്യാൻ പാടില്ല. കൺട്രോൾഡ് മാനറിൽ വേണം ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണമെങ്കിൽ. ഡിസൈറബിൾ എമൗണ്ട് ആയിരിക്കണം, കൺട്രോൾഡ് വേലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ വാട്ട് ഈസ് ഡോപ്പിംഗ്? ദ പ്രോസസ് ഓഫ് ആഡിങ് impurity atoms of desirable amount to the pure semiconductor. എന്തിനാണ്? what is the purpose? To improve the properties, just like conductivity, to improve the conductivity. Kamalesh, so what is doping, children? ഇതൊന്നും ചോദിച്ചിട്ട് കിട്ടാതിരിക്കാൻ പാടില്ല. what is doping? Steffi, are you there? What is doping? Steffi? ആരെ ആൻസർ പറയാണ്ട് ഞാൻ മൂവ് ചെയ്യുന്ന പ്രശ്നമില്ല. ആരെങ്കിലും പറഞ്ഞു. വാട്ട് ഈസ് ഡോപ്പിംഗ്, സ്റ്റെഫി? സ്റ്റെഫി ഇല്ല. ശിവഗംഗ, വാട്ട് ഈസ് ഡോപ്പിംഗ്? ആരാണ്? സ്റ്റെഫിയാണോ? ഹലോ ടീച്ചർ. ശിവഗംഗ, പറഞ്ഞോളൂ. വാട്ട് ഈസ് ഡോപ്പിംഗ്? Adding of desirable impurities to a pure conductor to improve its properties. Pure semiconductor. എന്തിനാണ്? to improve its properties. Like properties like കണ്ടക്ടിവിറ്റി. അതിനാണ് ഡോപ്പിംഗ് പറയുന്നത് കേട്ടോ. ആ ആറ്റത്തിനെ നമ്മൾ ഡോപ്പൻസ് എന്ന് പറയും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഡോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. ദർ ആർ 2 types ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, N type ആൻഡ് P type. അതിൽ N type സെമി കണ്ടക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്, ആഴ്സനിക്, ആന്റിമണി ഒക്കെ. P type സെമി കണ്ടക്ടർ ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്, ഗാലിയം, ഇൻഡിയം, അലുമിനിയം, അതൊക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ P type ആവും. പെൻഡാവാലന്റ് 5 വാലൻസി ഉള്ളത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുമ്പോൾ N type ആവും. അപ്പൊ ടു ഗെറ്റ് an N type semiconductor, which elements are added? N type, which elements are added? Sai Krishna? To make a N type semiconductor, which impurities are added? Sai Krishna? ഇല്ല. അരുൺ? പിന്നെ ആരുള്ളത്? അതിൽ കൃഷ്ണ വി. To make N type semiconductor, which impurity atoms are added? പെൻഡാവാലന്റ്. എക്സാമ്പിൾ പറഞ്ഞ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ആറ്റംസിന് എക്സാമ്പിൾ പറഞ്ഞ. ആന്റിമണി. പിന്നെ വേറെ പറ. AS എന്തുട്ടാ? AS കണ്ട? ആഴ്സനിക്. പിന്നെ ഒരെണ്ണം കൂടെയും പറ. ഫോസ്ഫറസ്. അതാണ് പെൻഡാവാലന്റ്. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. So to make an N type semiconductor we add pentavalent impurity. To make a P type semiconductor we add Nandana, which impurities are added to make a P type semiconductor? Trivalent. Example പറഞ്ഞ trivalent impurity example പറഞ്ഞ. എക്സാമ്പിൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 3 വാലൻസ് ഉള്ള എലിമെന്റിന് ഓർമ്മ വരുന്നില്ലേ? ഇല്ല അല്ലെ? അപ്പൊ കെമിസ്ട്രി ഭയങ്കര മോശമാണെന്ന് എന്റെ അർത്ഥം കേട്ടോ. അല്ലെങ്കിൽ എലിമെന്റിന്റെ പാക്കറ്റ് അല്ലെ, വാലൻസി ഇതൊക്കെ അറിയേണ്ടതാണ് നിങ്ങൾ. ഫസ്റ്റ് 1 വാലൻസി എത്ര, 2 വാലൻസി ഉള്ള എലിമെന്റ്, 3 വാലൻസി
ഒക്കെ അറിയാം എന്താണ്. അപ്പൊ 3 വാലൻസ് ഉള്ളത് ഇൻഡിയം, അലുമിനിയം, ഗാലിയം, അതൊക്കെയാണ് 3 വാലൻസ് ഉള്ളത് കേട്ടോ. ഇനി മറക്കോ എന്താണ്? ഇല്ല ടീച്ചർ. ഓക്കെ. അപ്പൊ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്താ സംഭവിക്കും നോക്കാം. ഈ പെന്റാവാലന്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ഇവിടെ ഫിഗർ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ കേൾക്കും, അവസാനം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയണം. ഓക്കെ, മിണ്ടാതിരിക്കരുത്. അപ്പൊ ആഴ്സനിക് is having 5 electrons in the outermost shell. So 4 of them make covalent bond. അപ്പൊ ഇതിന്റെ ചുറ്റും സിലിക്കൺ ആണ്. ഇവിടെയാണ് ഒരു ജർമാനിയം. ചിലപ്പോ നമ്മൾ എത്ര ആഴ്സനിക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അങ്ങനെ അത് സ്ഥലം പിടിക്കും. ഓരോ സിലിക്കൺ ആറ്റത്തിന് പകരം ഒരു ആഴ്സനിക്ക് അതിന്റെ പ്ലേസ് എടുക്കും. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരു ആഴ്സനിക് ആറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഹാവിങ് 5 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പൊ 4 of them make covalent bond with the neighboring silicon atom. അപ്പൊ ഔട്ട് ഓഫ് ദ 5 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, 4 of them make covalent bond with the neighboring germanium or silicon. അപ്പൊ ഒരെണ്ണത്തിന് ഷെയർ ചെയ്യാനൊന്നുമില്ല, 4 എണ്ണം ഷെയർ ചെയ്ത് പോയി നെയ്ബറിങ് സിലിക്കൺ ആയിട്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി, അതിന് ഷെയർ ചെയ്യാൻ നെയ്ബറിങ് അറ്റംസ് ഒന്നുമില്ല. അപ്പൊ 1 ഇലക്ട്രോൺ is free. അപ്പൊ when arsenic is added, out of the 5 valence electron, 4 of them make covalent bond with the neighboring silicon atoms and 1 electron is free. അപ്പൊ that atom, dopant atom, arsenic ആണ് dopant atom donate electron to the crystal lattice. അപ്പൊ ഒരു atom ആണ് ആഡ് ചെയ്തെങ്കിൽ 1 ഇലക്ട്രോൺ അത് എക്സസ് ആവും, 2 atom ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ എക്സസ് ആവും. അപ്പൊ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ ദ സെമി കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രോൺസ് എക്സസ് ആയി. അതാണ് അപ്പൊ മെജോറിറ്റി. ഇൻട്രിൻസിക്കൽ ഓൾറെഡി NH=NI ഉണ്ട്, അത് കൂടാതെ എക്സസ് ആയിട്ട് ഇപ്പൊ ഇലക്ട്രോൺസ് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് പറയും? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആവും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹോൾസ്. ഹോൾസ് എങ്ങനെയുള്ളത്? ഇൻട്രിൻസിക്കൽ ഓൾറെഡി ഹോൾസ് ഉണ്ടല്ലോ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയി, അപ്പൊ അവിടെ ഓൾറെഡി ഹോൾസ് ഉണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ആ ഹോൾസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തായി? അവിടെ ഇൻട്രിൻസിക്കിലുള്ള ഇലക്ട്രോൺസും ഉണ്ട്, അഡീഷണൽ ആയിട്ട് ആഴ്സനിക് ആഡ് ചെയ്തപ്പോ കൂടുതൽ ഇലക്ട്രോൺസ് ഇതിന് കിട്ടി. അപ്പൊ there are more electrons in the crystal lattice now, so we can tell majority charge carriers are electrons. അങ്ങനെ നമ്മൾ അപ്പൊ ഈ എല്ലാ ഇലക്ട്രോൺസും കൂടി ഡൊണേറ്റ് ചെയ്തിട്ട് കിട്ടിയ എല്ലാ ഇലക്ട്രോൺസും കൂടി ഒരു ന്യൂ എനർജി ലെവൽ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഡോണാർ എനർജി ലെവൽ എന്ന് പറയുന്നത്. അതെവിടെയായിരിക്കും? ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഇപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഈക്വൽ വിഡ്ത്തിൽ വരയ്ക്കുക. പിന്നെ ഇതിനിടയിൽ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്. ആ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയായിട്ട് വേണം ഈ പുതിയ എനർജി ലെവൽ നിങ്ങൾ വരയ്ക്കണമെങ്കിൽ. ഡോണാർ എനർജി ലെവൽ ഡൊണേറ്റ് ചെയ്യാണ്. ഡോപ്പന്റ് ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ ടു ദ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് എ ന്യൂ എനർജി ലെവൽ ഈസ് ഫോംഡ്. That is known as donor energy level. And you know the electrons in this energy level need only 0.045 eV. ഇനി പ്യുവർ സെമി കണ്ടക്ടറിലാണെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണമായിരുന്നു. ഇപ്പൊ 1 പോയിട്ട് അതിന്റെ പകുതിയും വേണ്ട, 0.045 എനർജി മതി. 0.045 EV എനർജി കിട്ടി കഴിഞ്ഞാൽ electrons will jump from this new energy level to the conduction band and makes the material more conductive. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? When arsenic is added, out of the 5 electrons in the outermost shell, 4 of them make covalent bond. 4 of them make covalent bond with the neighboring silicon atom. 1 electron is donated to the crystal lattice, is loosely bound, so it can move in the crystal lattice in a random manner. And when we apply a potential difference, these electrons can move easily and make the material more conductive. അപ്പൊ ഈ ഡയഗ്രാം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഫോർ എൻ N ടൈപ്പ് സെമി കണ്ടക്ടർ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ 2 മാർക്കിലൊക്കെ ചോദിക്കുക N ടൈപ്പ് P ടൈപ്പ് ചോദിക്കും. അപ്പൊ N ടൈപ്പിലെ എനർജി ഡയഗ്രത്തിൽ എന്താണ് വ്യത്യാസമുള്ളത്? എ ന്യൂ എനർജി ലെവൽ ഈസ് ഫോംഡ്. എന്താണ് അതിന്റെ പേര്? ഡോണാർ എനർജി ലെവൽ. വാട്ട് ഈസ് ദ എനർജി ഗ്യാപ്പ് നൗ?
0.045 eV. അപ്പൊ എല്ലാവരും ഈ ഡയഗ്രം എന്ന് വരച്ചേ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓൾ ഓഫ് ഇറ്റ് ഇത് വേണ്ട, ബോണ്ട് ഡയഗ്രം വേണ്ട, ഈ ഡയഗ്രം. ഇത് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത്. സാധാരണ ബാൻഡ് ഡയഗ്രം ആണ് ചോദിക്കാറ് കേട്ടോ. ഓൾ ഓഫ് യു ഡ്രോ ദിസ് ഫിഗർ. 2 മിനിറ്റ് തരാം, വേഗം വരച്ചോട്ടോ. ബാലൻസ് ബാൻഡിൽ ഹോൾസ് ഉണ്ടാവും. കണ്ടക്ഷൻ ബാൻഡിൽ ഇവിടെ നിന്ന് ചാടി നിന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ ആരോ മാർക്ക് ഇവിടെ അങ്ങോട്ട് ചാടുന്നത് പോലെ കാണിക്കണം. എല്ലാവരും വരച്ചോ? വേഗം വരയ്ക്കും. ഒരു വലിയൊരു ബോക്സ് വരയ്ക്കുക, ഒരു കണ്ടക്ഷൻ ബാൻഡ് വരയ്ക്കുക, ബാലൻസ് ബാൻഡ് വരയ്ക്കുക, ഇവിടെ ഒരു എനർജി ലെവൽ വരയ്ക്കുക. ഇതൊക്കെ എഴുതണം കേട്ടോ. വെറുതെ എഴുതാണ്ടിരുന്നിട്ട് കാര്യമില്ല. 0.045 EV എനർജി എഴുതണം. ഈ ലെവലിന്റെ പേര് ഡോണർ എനർജി ലെവൽ എഴുതണം. പിന്നെ ഇവിടെ ഈ ഇലക്ട്രോൺസ് ഒക്കെ കാണിക്കണം, ഇവിടെ ഹോൾസ് കാണിക്കണം. ഇതൊക്കെ വേണം. വരച്ചോ? അവണി വരച്ചു കഴിഞ്ഞോ? അവണി അവണി ഉണ്ടോ അവിടെ? അപർണ വരച്ചു കഴിഞ്ഞോ? ടീച്ചർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ന്യൂ എനർജി ലെവൽ? ഡോണർ എനർജി ലെവൽ. From where it got these electrons? From valence band. Which valence band? Valence band in വന്നാണോ അത്? ഹലോ, ഫ്രം വാലൻസ് ബാൻഡ് ആണോ ഈ ഇലക്ട്രോൺസ് ഇവിടെ വന്നത്? ഡോണർ എനർജി ലെവലിൽ ഇലക്ട്രോൺസ് വന്നത് എവിടെ? വാലൻസ് ബാൻഡിൽ നിന്ന് വന്നതല്ല. എവിടെ നിന്നാണ് വന്നത്? മഞ്ജിമ, എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് വന്നത് ന്യൂ എനർജി ലെവലില്? മഞ്ജിമ ഇല്ല. പിന്നെ ആരാ? ഉണ്ണിമായ വേണ്ട, ഐഫനെ വിളിക്കട്ടെ. ഐഫ, from where it got electrons in the energy donor energy level? ഐഫ പറയൂ. ടീച്ചർ പറയൂ. എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് വന്നത്? എവിടെ നിന്ന്? ഈ എനർജി ലെവലിൽ കണ്ട പുതിയൊരു എനർജി ലെവലിൽ ടീച്ചർ ഇലക്ട്രോൺസ് വരച്ചിട്ടില്ല. ആ ഇലക്ട്രോൺസ് എവിടെ നിന്നാ വന്നത്? ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ പുതിയ ഇലക്ട്രോൺസ് എവിടെ നിന്നാ വന്നത്? ബോണ്ട് തിയറി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ? അത് എക്സസ് ഇലക്ട്രോൺസ് ഒക്കെ കൂടി. എക്സസ് ഇലക്ട്രോൺസ് എങ്ങനെയാ ഉണ്ടായത്? എങ്ങനെയാ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടായത്? പറഞ്ഞില്ലേ? An arsenic is added, what happens? When arsenic is added, what happens? പറഞ്ഞോളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിലാണ് എക്സാം എഴുതേണ്ടത്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറയണം. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. 4 of them 4 electrons will form covalent bond. with germanium or silicon. Then 1 electron is free. That means to move in the crystal lattice. Okay. So that arsenic is donating what? Arsenic is donating. എന്ത് ഡൊണേറ്റ് ചെയ്യുന്നു?
1 electron. 1 electron to the crystal lattice. Okay. ആ ഇലക്ട്രോൺസ് എക്സസ് ആവുന്ന ഇലക്ട്രോൺസ് ആണ് ഇവിടെ ന്യൂ എനർജി ലെവൽ പറഞ്ഞത്. All the electrons which are donated by the arsenic form a new energy level. അതാണ് donor energy level. How much more energy is needed for these electrons to jump to the conduction band? Alpha. And the teacher? How much more energy they require to jump to the conduction band? These electrons. 0.0445 EV. അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത്രയും വോൾട്ട് അപ്ലൈ ചെയ്താൽ മതി, ഇത്രയും എനർജി. ഓക്കെ, അപ്പൊ അതായത് can jump to the conduction band and if electrons are available in conduction band that will improve the conductivity of the semiconductor. അപ്പൊ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോ? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ? ഇൻക്രീസ് ചെയ്തു. അപ്പൊ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു കേട്ടോ. അപ്പൊ അതാണ് ഈ ഡയഗ്രാം വരച്ചോ എല്ലാരും? ഇത് വരച്ചോ എല്ലാരും? വരച്ചില്ലേ? ഡയഗ്രാം വരച്ചോ? ഉണ്ടൂല്ല, നമുക്കറിയാം ആവില്ല ഒരാളുടെ ഡയഗ്രാം. വരച്ചിട്ടില്ലേ? അങ്ങനെ പറയാട്ടോ, എന്താണ് വേണ്ട, ആവശ്യം എന്താന്ന് വെച്ചാ പറയണം. അല്ലാതെ എനിക്കറിയോ വല്ല മന്ത്രോ മായ അത് വല്ലതും അറിയോ? നിങ്ങളവിടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയാൻ അറിയില്ല, പറഞ്ഞെങ്കിൽ അറിയാം. ഡയഗ്രാം വരച്ചോ? ഇത് 1 മാർക്കിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. N type semiconductor എനർജി ബാൻഡ് ഡയഗ്രാം N type semiconductor. ജസ്റ്റ് ബിലോ, ഇവിടെ നടുവിലൊന്നും കൊണ്ട് വരച്ചു വെക്കരുത് കേട്ടാ. ഈ എനർജി ലെവല് ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ് ആയിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ ബാലൻസ് ബാൻഡിന്റെ മുകളിലും വരച്ചു വെക്കരുത്, അപ്പോഴും തെറ്റും. ജസ്റ്റ് ബിലോ. അപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടോ, ഇവിടെ കൂടുതൽ സ്പേസ്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിഡില് കൊണ്ടൊരു ലൈൻ വരച്ചിട്ട് ഡോണർ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇതിന്റെ തൊട്ടടുത്തായിട്ട് വരയ്ക്കണം കണ്ടക്ഷൻ ബാൻഡിന്റെ. വരച്ചു കഴിഞ്ഞോ? കുറച്ച് പേര് മിണ്ടാതിരിക്കുന്നവരെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം മിണ്ടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കാം, നിങ്ങൾ ഉഴപ്പൊക്കെ മാറ്റി പഠിക്കണം കേട്ടാ. എക്സാമിന് വരുന്നത് 25-ാം തീയതി മോഡലിന്റെ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, AC തൊട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ളത് കേട്ടാ. സെക്കൻഡ് ബുക്കിലത്തെ എല്ലാതും ഫസ്റ്റ് ബുക്ക് ചെയ്ത് AC തൊട്ട് ഇങ്ങോട്ട് എല്ലാം പഠിച്ചോട്ടോ. P type semiconductor എന്താന്ന് നോക്കാം. P type we add trivalent impurity like indium, gallium, etc. are added. ഇനി അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എന്താ മാറ്റം സംഭവിക്കുന്നത്? When indium is added, what happens? You see, it is surrounded by 4 germanium atoms, and you know indium is having 3 electrons in the outermost shell. About 1 ഇവിടെ ഷെയർ ചെയ്ത്, 1 ഇവിടെ ഷെയർ ചെയ്ത്, 1 ഇവിടെ ഷെയർ ചെയ്ത്. 3 of them make covalent bond with 3 germanium atoms. And for the 4th germanium atom, it is not having any electron to share. So a deficiency of electron is created there. That is known as hole. So when indium atoms are added, what happens? It is having 3 valence electrons in the outermost shell. So 3 of them make a covalent bond with the neighboring germanium atoms, and to pair with the 4th germanium atom, it is not having any electron with it. So a hole is created there. That means a deficiency of electron. That is known as a hole. So when as much indium atoms are added, that much hole will be created in the crystal lattice. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് വിൽ ബി ഹോൾസ്. അപ്പോൾ ഇവിടെ ഹോൾസിന്റെ എണ്ണം കൂടി, എത്ര indium ആഡ് ചെയ്യുന്നോ അത്രയ്ക്കും ഹോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഹോൾസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോൺ റീകോമ്പിനേഷൻ നടക്കും. ആ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇരിക്കും, അപ്പോൾ ഇവിടെ ഹോളായി. ആ വേറൊരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ഹോളിൽ വന്നിരിക്കും, അപ്പോൾ ഇവിടെ ഹോളായി. അപ്പം ഹോൾസ് ആൻഡ്
holes are the majority charge carriers in this p-type semiconductor. ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് അതിനെ പി ടൈപ്പ് എന്ന് പറയാൻ കാരണം. ഹോൾസിന്റെ ചാർജ് പി ടൈപ്പ് പോസിറ്റീവ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് ഇൻ ഇലക്ട്രോൺ അപ്പം പോസിറ്റീവ് ആണ് പി. അപ്പോൾ ഹോൾസ് കൂടുതലുള്ളത് കൊണ്ടാണ് അതിനെ പി ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ യു ക്യാൻ സി വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ജസ്റ്റ് അബവ് ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ ഹോൾസ് ഇവിടെ നിന്ന് ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഹോൾസ് കൂടുതലായി. ഹോൾസ് a new energy level is formed just above the valence band. അപ്പോൾ more holes are created and it increases the conductivity. അപ്പോൾ ഇനി ഇത്ര 0.045 EV എനർജി മോർ ഹോൾസ് ഉണ്ടായി. വാലൻസ് ബാൻഡിൽ മോർ ഹോൾസ് ഉണ്ടായി ഇന്ത്യ ആഡ് ചെയ്തപ്പോൾ. ആൻഡ് when electron jump from valence band, what happened? A new energy level is created here, and that energy level is known as acceptor. ഇത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഹോൾ ഉണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോണിനെ അത് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ ആക്സെപ്റ്റർ എനർജി ലെവൽ എന്നാണ് പറഞ്ഞത്. ആക്സെപ്റ്റർ എനർജി ലെവൽ. മറ്റേത് ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇത് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇലക്ട്രോണിനെ. അപ്പോൾ ന്യൂ എനർജി ലെവൽ ഈസ് ഫോംഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ആക്സെപ്റ്റർ എനർജി ലെവൽ. അതിന്റെ എനർജി ഏകദേശം സെയിം ആണ്, 0.045 EV ആണ്. അപ്പൊ അത്രയും എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇവിടെ ഹോൾസ് ഉണ്ടാവും. ഇവിടെ എത്രയും ഹോൾസ് ഉണ്ട് അത്രയ്ക്കും അതിന്റെ കണ്ടക്ടിവിറ്റി കൂടും. അപ്പൊ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. അപ്പൊ ലെസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓൺലി വിൽ ബി ദെയർ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഇതാണ് അതിന്റെ ഡയഗ്രാം. അപ്പൊ വെൻ യു ഡ്രോ ദ ബാൻഡ് ഡയഗ്രാം ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ, you draw a new energy level known as acceptor energy level just above the valence band. അതിന്റെ ഇത്ര ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് എത്രയാണെന്ന് വെച്ചാൽ 0.045 EV. All of you draw this figure. ഇത് 1 മാർക്കിലൊക്കെ ചോദിക്കാനാണ്, അല്ലെങ്കിൽ 2 മാർക്കിലാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കും. ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഫോർ എ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എനർജി ബാൻഡ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ എനർജി ബാൻഡ് മാർക്ക് ചെയ്യണം. അക്സെപ്റ്റർ എനർജി ലെവൽ മാർക്ക് ചെയ്യണം. പി ടൈപ്പിലെ അക്സെപ്റ്റർ എനർജി ലെവലാണ് ജസ്റ്റ് അബവ് ദ വാലൻസ് ബാൻഡ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ പറയാം. എൻ ടൈപ്പിൽ ന്യൂ എനർജി ലെവൽ, ദാറ്റ് ഈസ് ഡോണർ എനർജി ലെവൽ ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. അതൊക്കെ ഡിഫറൻസിൽ പറയാം. അപ്പോൾ വരച്ചോ എല്ലാവരും? ന്യൂ എനർജി ലെവൽ വരച്ചോ? തരാൻ Karan? Karan? വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. മിണ്ടറില്ല, മിണ്ടാത്തവരൊക്കെ എന്തൊക്കെയാണ് അറിയില്ല. ആരും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉണ്ണിമായ പിന്നെ ശരണ അവിടെ ഇല്ലല്ലേ? അപ്പൊ എനർജി ലെവൽ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചു? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എനർജി ബാൻഡ്, സോളിഡ് ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് എനർജി ബാൻഡ് ഡയഗ്രാം പഠിച്ചു. വാട്ട് ഈസ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പഠിച്ചു. N = NH = Ni ആണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, വാട്ട് ഈസ് ഡോപ്പിംഗ് അത് പഠിച്ചു. വാട്ട് ഈസ് എൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അത് എൻ ടൈപ്പ് പി ടൈപ്പ് പഠിച്ചു. അതിൻ്റെ ഡിഫറൻസും പഠിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫോർമുല, ഡോപ്ഡ് സെമി കണ്ടക്ടറിന്റെ ഫോർമുല Ne × NH = Ni² എന്നാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്താണ് റേഷ്യോ? Ne = NH = Ni എന്നാണ്. പക്ഷേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഡോപ്ഡ് സെമി കണ്ടക്ടർ, വാട്ട് ഈസ് ദ റിലേഷൻ between Ne, NH and Ni? Ne into NH = Ni². What is meant by Ne? Number density of electron. What is meant by NH? Number density of holes. What is Ni? Is the number density of intrinsic carriers. Intrinsic carriers രണ്ടും പെടും. Ne, NH രണ്ടും കൂടും. Ne, NH, Ni². ഇനി നമുക്ക് ആകെ ഉള്ളത് ഒരു ഡെറിവേഷനാണ്.
intrinsic carriers എന്ന് പറഞ്ഞാല് ഇൻട്രിൻസിക് കാരിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ രണ്ടും ഉണ്ട്. ഇൻട്രിൻസിക് കാരിയേഴ്സിൽ ഹോൾസും ഉണ്ട് ഇലക്ട്രോൺസും. അപ്പൊ അത് കിട്ടുന്ന പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആണ്. ഇൻട്രിൻസിക് കാരിയർ എന്ന് പറഞ്ഞാൽ രണ്ടും പെടും. NeNH രണ്ടും പെടും. NeNH Ni². ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഒരു ഡെറിവേഷൻ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ. അത് ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഡെറിവേഷനും പഠിക്കാം. മിക്കവാറും ഇന്നത്തെ സമയം കഴിയും. അപ്പൊ യു ക്യാൻ സി എ കണ്ടക്ടർ, സെമി കണ്ടക്ടർ ഓഫ് ലെങ്ത് L, potential difference V is applied, and we know when a potential difference is applied in a semiconductor, holes and electrons are there. Electrons will be accelerated to the positive terminal of the battery, and holes will be accelerated towards the positive. Holes will be accelerated towards the negative terminal of the battery. Okay. So we have to derive the expression for electrical conductivity. കണ്ടക്ടിവിറ്റിക്കുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കാം. ടോട്ടൽ കറണ്ട് ഇൻ എ സെമി കണ്ടക്ടർ മീൻസ് സം ഓഫ് ഇലക്ട്രോൺ കറണ്ട് ആൻഡ് ഹോൾ കറണ്ട്. ഇലക്ട്രോൺ കറണ്ടും ഹോൾ കറണ്ടും കൂടിയതാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയാണ്. ഹോൾ എന്ന് പറഞ്ഞാൽ ഹോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോന് ഓപ്പോസിറ്റ് ആണ്, അതായത് ഹോളിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. ടോട്ടൽ കറണ്ട് ഈ സം ഓഫ് ഇലക്ട്രോൺ കറണ്ട് പ്ലസ് ഹോൾ കറണ്ട്. ഇനി നമ്മൾക്ക് I = NaE/Vd എന്നുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ N_E കൊടുക്കണം, Vd വെലോസിറ്റിക്ക് E കൊടുക്കണം, ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി ഇവിടെ NHAE/VH കോമൺ ഫാക്ടർ A × E is taken outside, NeVe plus NHVH. Then I/A is taken. I/A = I/A current, that is E/ρ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിൽ റോ കണ്ടുപിടിക്കുന്നത്. I/A = E × NeVe plus NHVH. ഇനി കണ്ടക്ടിവിറ്റിയിലേക്ക് എത്തണമല്ലോ നമ്മൾ. അപ്പൊ റെസിസ്റ്റിവിറ്റി റോ = ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. അപ്പൊ റെസിസ്റ്റിവിറ്റി നമ്മൾ റോ = RA/L E/ρ. E/ρ = V/L ആണ്. V is the potential difference applied across the length L. So E = V/L by ρ = RA/L. അപ്പൊ V/R, L cancel, V/R. V/R എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് I/A. അപ്പൊ I/A = E × NeVe plus NHVH ആണ്. I/A is also equal to E/ρ. അപ്പൊ നമുക്ക് ഇവിടെ E/ρ എന്ന് എഴുതാം. E/ρ = E × NeVe plus NHVH. 1/ρ = കണ്ടക്ടിവിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. 1/ρ = E × NeVe. This is taken to the denominator. Drift velocity per unit electric field, that is mobility. അതിന് നമ്മൾ μe എന്ന് പറയും. Neμe plus NHμh, mobility of holes. അതാണ് കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ 1/ρ. ഓക്കെ, ഒന്നും കൂടെ നോക്കുക, എന്നിട്ട് കാണാതെ ഒരു പ്രാവശ്യം എഴുതാട്ടോ എല്ലാവരും. ടോട്ടൽ കറണ്ട് = IE plus IH. I = NaE/Vd. കോമൺ ഫാക്ടർ എടുക്കുക, I/A കാണാം. അത് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത്. ഇക്വേഷൻ 1 ആണ് E = V. ഇനി കണ്ടക്ടിവിറ്റിയിലേക്ക് എത്തണം എന്ന് നമ്മൾ ആ മനസ്സുകൊണ്ട് ആലോചിക്കണം കണ്ടക്ടിവിറ്റി. അപ്പൊ റോ എടുക്കണം. റോ = RA/L. ഇനി E/ρ കാണാം, I/A എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ I/A ഇത് ഇക്വേറ്റ് ചെയ്യാം. I/A E/ρ = E × NeVe plus NHVH. ഇനി അതിൽ നിന്ന് റോ എടുക്കണം. അപ്പൊ E ഇങ്ങോട്ട് കൊണ്ടുവന്നു. VE/E എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി ആണ്. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ, മൊബിലിറ്റി ഓഫ് ഹോൾസ്. എല്ലാവരും ഒന്ന് എഴുതി നോക്കിയാൽ ഒരു ഡയഗ്രാം വരയ്ക്കുക. ലാസ്റ്റ് ഇങ്ങനെ കിട്ടണം കേട്ടോ. E × NeMe plus NHVH. 1/ρ സിഗ്മ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഡെറിവേഷൻ ഒന്ന് എഴുതിയിട്ട് പ്രാവശ്യം പഠിക്കുക, എന്നിട്ട് എഴുതാം കേട്ടോ. ഡയഗ്രാം വരയ്ക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Derive the expression for electrical conductivity of an extrinsic semiconductor. First draw figure, apply the potential difference, and derive the expression for conductivity. എല്ലാവരും എഴുതാം.
ഫിഗർ വരയ്ക്കാതെ. ഫിഗർ വരച്ചോ, എളുപ്പല്ല. ഏരിയ ക്രോസ് സെക്ഷൻ എ ആണ്. L is the length, V is the potential difference applied, P equal to E by L, R equal to rho L by A. വരച്ചോ, ഡയഗ്രാം വരച്ചോ? ഇനി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാത്തവരുണ്ടോ ആരെങ്കിലും? ശരൺ ഫോട്ടോസ്റ്റാറ്റ് എടുത്താ? ശരൺ മിണ്ടൂല. ഡെറിവേഷൻ വേഗം എഴുതെല്ലാരും. എന്നിട്ട് കാണാതെ ഒന്ന് എഴുതി നോക്കിയേ. ഒരു പ്രാവശ്യം കണ്ടിട്ട് എഴുതാ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പഠിച്ചിട്ട് എഴുതുക, അത് കഴിഞ്ഞ് കാണാണ്ട് എഴുതണം. പിന്നെ ഈ എക്സ്പ്ലനേഷൻ ഫിഗറിലുള്ള ഈ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അവസാനം വി ബൈ മൊബിലിറ്റി ആയിട്ട് എഴുതണം. 1/ρ എന്ന് പറഞ്ഞാൽ സിഗ്മ കണ്ടക്ടിവിറ്റി. കൃഷ്ണന്തു എഴുതി കഴിഞ്ഞാ? കൃഷ്ണന്തു ഉണ്ടോ അവിടെ? സ്നേഹ, are you there? സ്റ്റെഫി ഇന്ന് പ്രസന്റ് ആണോ? ഇന്നലെ പ്രസന്റ് അല്ലല്ലോ. ഇന്നലെ പ്രസന്റ് ആയിരുന്നു. ഇന്നലെ അല്ലേ? കുറവുണ്ടായിരുന്നു. അപ്പൊ ആബ്സെന്റ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഗായത്രി കിട്ടിയാ? ഡെറിവേഷൻ എഴുതിയോ? എഴുതിക്കൊണ്ടിരിക്ക. എഴുതിട്ടാ. അതിൽ കൃഷ്ണ എസ് ഉണ്ടോ? മനസ്സിലായോ ഡെറിവേഷൻ? വേഗം പഠിച്ചിട്ട് എഴുത്. ഭദ്ര എഴുതി കഴിഞ്ഞ? ഭദ്രയില്ലേ? സമയം കഴിയും, വേഗം എഴുതും. 5 minutes more. What is the equation? Final equation, children? 20 ആളുള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ക്ഷീണിച്ചു. 19 ആളുള്ളൂ. പകുതി പേരുള്ളൂ കേട്ടോ. 6 ദിവസം പഠിക്കാൻ പരീക്ഷ വരുമ്പോ. We got the equation sigma equal to എപ്പ ചോദിച്ചാലും കിട്ടുന്ന പോലെ എഴുതി പഠിക്കുക കേട്ടോ. Sigma equal to E into NE mu E plus NH mu H. The relation 5 and 6 shows that resistivity and conductivity of a semiconductor. 5 കാണിക്കുന്ന റെസിസ്റ്റിവിറ്റിയിലാണ്, 6 കാണിക്കുന്ന സിഗ്മ ആണ്. അപ്പൊ എന്താ വ്യത്യാസം? റെസിസ്റ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ? നമ്പർ ഡെൻസിറ്റി. റെസിസ്റ്റിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, കണ്ടക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വ്യത്യാസം. അപ്പൊ ഫ്രം 5 and the relation 5 and 6 shows that resistivity and conductivity of a semiconductor depend upon electron and hole number densities and their mobilities. As Ne and NH increase with rise in temperature, therefore Ne and NH increase ചെയ്താൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും?
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആദ്യം പറയാം. NH ഇൻക്രീസ് ചെയ്ത കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക? പറയൂ നമ്രത. NH ഇൻക്രീസ് കണ്ടക്ടിവിറ്റി, increases, റെസിസ്റ്റിവിറ്റിയോ? decreases, ഓക്കെ, അത്ര അറിഞ്ഞാൽ മതി. സിഗ്മ equal to E into NE mu E plus NH mu E. So when temperature increases, number density increases, conductivity increases, resistivity decreases. Okay. Current density in a semiconductor is given by I by A equal to E into NE mu E plus NH mu E. ഇനി അടുത്തത് ഡയോഡാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാരും പഠിച്ചു കൂടി വരിക, അപ്പൊ പെട്ടെന്ന് കഴിയും ഡിവിഷൻ പറയുമ്പോൾ. നമുക്ക് ഇനി ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റും പഠിച്ചു കൂടി വരികയാണെങ്കിൽ. PN junction diode. Here you can see a P-type semiconductor is joined with an N-type semiconductor. P-type and N-type തമ്മിലുള്ള ഡിഫറൻസ് അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ P-type and N-type semiconductor? ഓരോരുത്തരായിട്ട് ഒരു പോയിന്റ് വെച്ച് പറയാം കേട്ടോ, ചോദിക്കുന്നവര്. Sanjay, what is one difference you tell? Difference between P-type and N-type semiconductor. Sanjay. Yeah. Hello, teacher. One difference you tell P-type and N-type semiconductor. P-type trivalent, N-type pentavalent. Impurities are added. Pentavalent. Okay. 1 point. Very good. Vishag undo? Vishag. Abhirami undo? Another difference പറഞ്ഞേ അഭിരാമി. ടീച്ചർ അഭിരാമിയുടെ നെറ്റ് വീക്ക് ആയതുകൊണ്ട് ഇടയിലേക്ക് പോയി. ഓക്കെ. പിന്നെ അനന്യ ഉണ്ടോ? അനന്യ. ഒരു ഡിഫറൻസ് പറഞ്ഞു. ഒരെണ്ണം സഞ്ജയ് പറഞ്ഞു. അടുത്ത ഡിഫറൻസ് പറഞ്ഞേ. പി ടൈപ്പ് മെൻ ടൈപ്പും തമ്മിലുള്ള മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞു. എൻ ടൈപ്പിൽ മെജോറിറ്റി ഇലക്ട്രോൺസ്, മൈനോറിറ്റി ഹോൾസ്. പി ടൈപ്പിലോ? P-type majority holes, minority. വെരി ഗുഡ്. അപ്പൊ രണ്ടാമത്തെ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആ ബാൻഡ് ഡയഗ്രത്തിലുള്ള ഡിഫറൻസ് പറയാം. അതെന്താണ്? അശ്വതി ഉണ്ടോ? അശ്വതി ഉണ്ടോ? ഇല്ല. ഭദ്ര ഉണ്ടോ? ഇല്ല. പിന്നെ നന്ദന ഉണ്ടോ? നന്ദന. പ്രണവ്യ അറിയുക? ടീച്ചർ നന്ദന പറയൂ. എനർജി ബാൻഡ് ഡയഗ്രത്തിലുള്ള വ്യത്യാസം പറഞ്ഞ. ന്യൂ എനർജി ലെവൽ ഈസ് ഫോംഡ്. എൻ ടൈപ്പില് എനർജി ലെവൽ ഫോം ചെയ്യുന്നത് CB-യുടെ എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിന്റെ എവിടെയാണ്? ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്.